അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ? ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പൊ അതിന്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും. ഒരിക്കലും പരാതി പറയുന്നവരെയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നവരെ അപമാനിക്കൽ ഞങ്ങളുടെ സംസ്കാരമല്ല. അങ്ങനെ എന്തെങ്കിലും തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ പൂർണ്ണമായിട്ടും അത് എൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി ഞാനത് പിൻവലിച്ചിരിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആര് പരാതി പറഞ്ഞാലും ആ പരാതിക്കാരെ ആക്ഷേപിക്കുന്ന സ്വഭാവം ഞങ്ങൾക്കില്ല. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരിപാടിയില്ല. ഒരിക്കലും സ്ത്രീയോട് അപമാനമായിട്ടോ ആക്ഷേപമായിട്ടോ സംസാരിച്ച ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് തെറ്റായി വാർത്ത കൊടുക്കരുത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രസിദ്ധീകരിച്ചല്ലോ എന്നാണ് ചോദിച്ചത്. മന്ത്രിമാരോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ നിങ്ങൾ പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ പറ. അപ്പം അതിൽ രാഷ്ട്രീയമുണ്ട്, വ്യത്യസ്ത പാർട്ടിക്കാരുടെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോസ് ഉണ്ട്. അതിൽ നിഗൂഢത ഉണ്ടാകാം, അത് ഗൂഢാലോചന ഉണ്ടാകാം, അത് അന്വേഷിക്കണം. തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒരു MLA-ക്കെതിരെ ആരോപണം വരുമ്പോൾ നിയമപരമായ വ്യവസ്ഥ കൊടുക്കാതെ നീതിന്യായ പീഠത്തിന് മുമ്പിൽ പോകാതെ അത് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണോ, അതിന് സംശയമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്?